ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന കുപ്പം കപ്പടത്തട്ട് പ്രദേശം ജില്ലാ കളക്ടർ വിഷ്ണുരാജ്, ടി കെ ഗോവിന്ദൻ MLA എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ശാസ്ത്രീയ വശങ്ങൾ പരിശോധിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. പ്രശ്നത്തിൽ ഉന്നതതല തീരുമാനം വേണമെന്നും ശാശ്വത പരിഹാരം കാണാനാണ് ശ്രമമെന്നും ടി കെ ഗോവിന്ദൻ MLAയും വ്യക്തമാക്കി. കുപ്പം കപ്പനത്തട്ട് പ്രദേശം സന്ദർശിച്ച ജനങ്ങളുടെ ദുരിതം നേരിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് തളിപ്പറമ്പ് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത്. സമയബന്ധിതമായി പരിഹാരം കാണാത്തതിൽ ജനങ്ങൾ നേരിട്ട പ്രയാസത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ധൃതിയിൽ ഓടുന്ന സമയത്ത് ആരെങ്കിലും സ്ലിപ്പായിട്ട് വീണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ആര് റെസ്പോൺസിബിലിറ്റിയാണ്? കുടിക്കുന്ന വെള്ളത്തിലും വീടിൻ്റെ അകത്ത് പോലും ചെളി കയറുമ്പോൾ അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അത് NHAയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മാത്രമല്ല പറയുന്നത്. നമ്മൾ വി ആർ നോട്ട് ഇൻഡിവിജ്വൽസ്, ഓരോ ഇൻഡിവിജ്വൽസിനെ എടുത്തിട്ടല്ല ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വെച്ച് മേഘ കൺസ്ട്രക്ഷനോ അവിടെ വെച്ചിട്ട് NHന്റെ സ്റ്റാഫിനെ വെച്ച് ചോദ്യം ചെയ്യാനും കൂടുതൽ ചോദ്യങ്ങളിൽ കടക്കാതിരുന്നത് MLAയും കൂടി ഞാൻ കൂടി ആലോചിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വലിന് ആൾക്കാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തലയിൽ പോരാനല്ല ശ്രമിക്കുന്നത്. ഇത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഏജൻസീസ് വർക്കിംഗ്. അതെന്ത് റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ക്ലാരിറ്റി പഞ്ചായത്തിനും വേണം. അതായത് വാട്ട് മേഘ ക്യാൻ ഡു, വാട്ട് മേഘ കനോട്ട് ഡു, വാട്ട് NHA ഈസ് സപ്പോസ് ടു ഡു, വാട്ട് PWD സപ്പോസ് ടു ഡു, അത് പഞ്ചായത്തിന് അറിയണം. പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ എന്താണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടിയിട്ട് അവസാനിച്ച് പോകും. പ്രശ്നപരിഹാരത്തിനായി ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്തുന്നതിനോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകളും കിണറുകളും മലിനമാകുന്നതും കുടിവെള്ള പ്രശ്നവും യോഗത്തിൽ ഗൗരവമായ ചർച്ചയായി. ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് തടയാൻ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഉടൻ കണ്ടെത്തണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവും മറ്റും പരിശോധിച്ച് ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ രൂപരേഖ സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കാണുന്നതിൽ വീഴ്ച വരുത്തിയാൽ ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്തുമായി സഹകരിച്ച് കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എത്രയും വേഗം പരിഹരിക്കുമെന്നും ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. MLAയോട് കൂടെ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ റോഡിലും അതുപോലെ തന്നെ വീടുകളുടെ മുറ്റങ്ങളിലുള്ള ചെളി കുമിഞ്ഞുകൂടുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം അർജൻറ്റായിട്ട് എടുക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ചെയ്യാൻ പോകുന്നതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ ഇന്ന് ലഭ്യമാകുന്നു വൈകുന്നേരത്തോടുകൂടി. അതൊന്ന് നോക്കിയതിന് ശേഷം അത് സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് 2-3 ദിവസങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. എന്തായാലും അവിടെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനായിട്ടുള്ള എല്ലാവിധ സ്റ്റെപ്പുകളും നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാ ഏജൻസികളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. കുടിവെള്ളത്തിൻ്റെ കാര്യം ഇപ്പോൾ അർജൻറ്റായിട്ടുള്ളൊരു വിഷയമാണ്. അവിടുത്തെ കിണറുകളിൽ ചെളി വരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഞ്ചായത്തുമായിട്ട് സംസാരിച്ച് അതുപോലെ തന്നെ അവിടുത്തെ കൺസ്ട്രക്ഷനായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഒരു സമവായത്തിലെത്തിയിട്ടുണ്ട്. അവിടെ കുടിവെള്ളത്തിന് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ട് ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ ടി കെ ഗോവിന്ദൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ PK സുബൈർ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് C ബാലകൃഷ്ണൻ, ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ KK സുബൈർ, തഹസിൽദാർ K സന്തോഷ്, വില്ലേജ് ഓഫീസർ PV വിനോദ, മേഘ കൺസ്ട്രക്ഷൻസ് ലൈസനിംഗ് ഓഫീസർ അബ്ദുൽ നിസാർ, സീനിയർ മാനേജർ കൊണ്ടറെഡ്ഡി, CGM ശ്രീരാമമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.